വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന്. ഈ ഒരു സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലാക്കാൻ നോക്കാം. അപ്പൊ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഒരു കാര്യം, എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു, അങ്ങനൊക്കെ രീതിയിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം എത്ര വട്ടം പറഞ്ഞു എന്നുള്ളതിന് നമുക്ക് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗം നമുക്ക് ഹൗ മെനി ടൈംസ് have I told you. ഓക്കെ, നമ്മൾ ഒരു കാര്യം എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് ഇങ്ങനെ ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു എന്ന് പറയാം. ഇനി എന്താണ് പറഞ്ഞത്? എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന്. ഇവിടെ ഇപ്പൊ നിന്നോട് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ യു ഇട്ടത്. അപ്പൊ എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന്. അപ്പൊ ഈ അത് ചെയ്യരുതെന്നുള്ളത് നമ്മള് ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു not to do it. Okay, how many times have I told you not to do it? അപ്പൊ നമ്മൾ ഒരു കാര്യം എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു എന്നാണ് പറയാ. അപ്പൊ ഈ ഫുൾ സെന്റൻസ് എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്നുള്ളത് ഹൗ മെനി ടൈംസ് ഹാവ് ഐ ടോൾഡ് യു നോട്ട് ടു ഡു ഇറ്റ് എന്ന് പറയും. താങ്ക് യു. English Mitra. Stop worrying, start learning.